നമസ്കാരം എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ ജന്യ. കേരളീയരുടെ ഭക്ഷണ മെനുവിൽ അത്ര ഇടം പിടിക്കാത്ത ഒന്നാണ് ഉലുവ കൊണ്ടുള്ള കറി. ഉലുവ കൊണ്ട് നമ്മൾ പ്രത്യേക വിഭവങ്ങളൊന്നും തയ്യാറാക്കാത്തതിന് കാരണം അതിനുള്ള ചെറിയ കയ്പ് തന്നെയാണ്. എന്നാൽ കടലമാവും മസാലകളും ഉലുവയും ഒക്കെ ചേർത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി തയ്യാറാക്കാനാകും. ഇത് ഉത്തരേന്ത്യൻ വിഭവം ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവൊന്നുമില്ലാത്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉലുവ കൊണ്ടുള്ള ഈ ഒരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നമുക്കായി പരിചയപ്പെടുത്തുന്നു മീന ഭണ്ഡാരി. ഉലുവാക്കറി തയ്യാറാക്കാൻ ആവശ്യമായ ചേരുവകൾ: 1 കപ്പ് കടലപ്പൊടി, 1/2 കപ്പ് ഉലുവ കുതിർത്തത്, 1 ടീസ്പൂൺ ജീരകം, 2.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉണക്ക മാങ്ങാപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ, വെള്ളം. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഒരു പാത്രത്തിൽ കടലമാവ് എടുക്കുക. ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, എണ്ണ എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം അല്പം വെള്ളം ചേർത്ത് ഇത് കുഴച്ചെടുക്കുക. നന്നായി കുഴച്ച ശേഷം ഇത് നീളത്തിൽ ഉരുട്ടിയെടുക്കണം. ഇനി ഒരു വിസ്താരമുള്ള പാത്രത്തിൽ വെള്ളം ചേർത്ത് നന്നായി തിളപ്പിക്കുക. അതിലേക്ക് കടലമാവ് ഉരുട്ടിയെടുത്തത് ചേർത്ത് 10 മിനിറ്റ് വേവിക്കാം. ഈ സമയം മറ്റൊരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച ശേഷം ജീരകം, 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർത്ത ഉലുവ എന്നിവ ചേർക്കുക. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവയും ചേർക്കുക. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അല്പം വെള്ളം ചേർത്ത് ചേരുവകൾ നന്നായി ഇളക്കുക. അതിനുശേഷം ഇത് തിളയ്ക്കാനായി അല്പസമയം നൽകാം. ഈ സമയം കടലമാവ് കൂട്ട് വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് ചെറിയ കഷ്ണങ്ങളായി മുറിക്കണം. പനീർ കഷ്ണങ്ങളുടെ വലിപ്പത്തിൽ മുറിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഈ മുറിച്ചെടുത്തത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ചേർത്ത് 15 മുതൽ 20 മിനിറ്റ് ചെറു തീയിൽ ചൂടാക്കണം. ഇവിടെ നമ്മൾ വേവിച്ച് നന്നായി എടുത്തിട്ടുണ്ട്. ചപ്പാത്തി, പൊറോട്ട, ചോറ് എന്നിവയ്ക്കൊപ്പം ഈ വിഭവം ചൂടോടുകൂടി വിളമ്പാം. അപ്പോൾ നിങ്ങളും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ വെറൈറ്റി ഡിഷ് ഒന്ന് വീട്ടിൽ പരീക്ഷിച്ചു നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.